ഞാനിന്നൊരു റീൽ വീഡിയോ ഉണ്ട്. അപ്പം അതിനകത്ത് അമല ഷാജിയെ കുറിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരോ എന്തോ പറയുന്നതുണ്ട്, ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആരോ എന്തോ പറയുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ അത് കണ്ട ടൈമിൽ എന്തോ പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് മലയാളം ഓൺലൈൻ മീഡിയാസിലൊക്കെ കാര്യങ്ങൾ വന്നു. 30 സെക്കൻഡ്സ് റീൽസിന് 2 ലക്ഷം. അതിനൊപ്പം വിമാന ടിക്കറ്റ് വേണമെന്നും ആവശ്യം. അമല ഷാജിക്കെതിരെ നടൻ പിരിയൻ, ഓക്കെ, റൈറ്ററാ തോന്നുന്നുണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പം ഇങ്ങനെ റീസെൻറ്റ് സിനിമയൊക്കെ വരുന്നുണ്ട്. ലിറിസിസ്റ്റ് പ്രിയൻ മോസ്റ്റ് ആംഗ്രി സ്പീച്ച്. പ്രിയൻ എന്നാണ്, പക്ഷെ ഇതിനകത്ത് പിരിയൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താ ഇങ്ങനെ കൊടുത്തതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പ്രിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ അമല ഷാജിക്കെതിരെ ഇങ്ങനെ പൈസയുടെ കാര്യം, അതായത് ഒരു റീലിന് 30 സെക്കൻഡിന് 2 ലക്ഷം ചോദിക്കുന്നത് എന്തോ നടയെന്നുള്ള രീതിയിൽ ഒരു ആംഗ്രി സ്പീച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സംഗതി നോക്കാം. അവരുടെ ഒരു സിനിമ ലോഞ്ചാണ്, അരണം എന്നുള്ളൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ ടൈമിലാണ് ഇങ്ങനെ അമല ഷാജിയെ കുറിച്ച് എന്തോ പറഞ്ഞത്. എന്താണ് പറഞ്ഞെന്നുള്ളത് ആദ്യം നോക്കാം. வேற வழி இல்லை, ஏன்னா எங்கே போனாலும் ரொம்ப காசு கேட்குறான், எதை தொட்டாலும் காசு கேட்குறான் பெருசு பெருசா. அந்த அளவுக்கு திரும்பினாலும் காசு கேட்குறான், பயமாக இருக்குது. ஒரு இன்ஸ்டாவில் 2 நிமிஷம் ஆடுற பொண்ணு 50,000 கேட்குது. ஓ, ஹீரோயினுக்கே சம்பளம் கொடுக்க மாட்டான். ஏன் நீங்கள் என்ன 2 நிமிஷம் ஆடுறதுக்கு 50,000 கேட்குறீங்க? ஒரு பொண்ணு கேரளாவில் ஆடுது 2 lakhs சார் அப்படின்னுச்சு. எதுக்குமா அப்படின்னு, அது 30 செகண்ட் சார். எம்மா 30 நொடி நீ ஆடுறதுக்கு 2 லட்சமாம்மா. எங்கள் கலைஞன்ட்ட கொடுத்தா 2 வருஷம் விடிய விடிய வேலை பார்ப்பாம்மா. அதை கொடுத்தீங்கன்னா எங்கே திரும்பினாலும் நம்மளால் முடியாதுங்க. நம்மளால் ஒரு படம் எடுக்க முடிஞ்சதுங்க, தரமான ஒரு படம் எடுத்திருக்கோம். அது நம்ம அமலா ஷாஜி தான், வேற யாரு? ஃப்ளைட்லாம் போட்டு தெரியுங்களான்னு வேறு கேட்டுச்சு. ஏமா நானே ஃப்ளைட்டில் போகலாமா, எங்கம்மா ஃப்ளைட்டில் போட்டு கூட்டு போனோன்னு தலை சுற்றிருச்சு எனக்கு. இல்லை ஃபஸ்ட்டு காதில் உள்ள சரியா எங்கள் மேனேஜர்கிட்ட பேசுன்றாங்க, பிஆர்ஆர்ட்ட பேசுன்றாங்க. யோ என்னையா நினச்சிட்டு இருக்கீங்க, என்னையா நடக்குதுங்க? இன்ஸ்டா மட்டும் ஒரு திறந்து வச்சுட்டு ஃபிலிம் நியூஸ் ஆனதன் மாதிரி எப்பேற்பட்ட பத்திரிகையாளர்கள் இருந்த துறைங்க அது, எப்பேற்பட்ட மூத்த பத்திரிகையாளருங்க அவர். நான்லாம் அவர் இருக்கும்போது இருந்தேன்றது எனக்கு பெரிய மகிழ்ச்சி. என்னெல்லாம் அவர் வந்து எழுதினார், தம்பி சொல்லுப்பா உன் முகவரி சொல்லுப்பான்னு. அப்பேற்பட்ட எழுத்தாளர்கள் இன்னுமே சாலைகளில் பயணிச்சுட்டு இருக்கிறாங்க. நீங்கள் எங்கேயாவது இருந்துக்கிட்டு 10 லட்சம் கூட 20 லட்சம் கூட எங்கே திரும்பினாலும் எதை தொட்டாலும் காசு. நீங்கள் வேறு வழி இல்லை, ஏன்னா எங்கே போனாலும் ரொம்ப காசு கேட்குறான், எதை தொட்டாலும் காசு கேட்குறான் பெருசு பெருசாக. அந்த அளவுக்கு திரும்பினாலும் காசு கேட்குறான், பயமாக இருக்குது. ஒரு இன்ஸ்டாவில் 2 நிமிஷம் ஆடுற பொண்ணு 50,000 கேட்குது. ஓ, ஹீரோயினுக்கே சம்பளம் கொடுக்க மாட்டான். ஏன் நீங்கள் என்ன 2 நிமிஷம் ஆடுறதுக்கு 50,000 கேட்குறீங்க? ஒரு பொண்ணு கேரளாவில் ஆடுது 2 lakhs சார் அப்படின்னுச்சு. எதுக்குமா அப்படின்னு, அது 30 സെക്കൻഡ് സാർ. അതങ്ങനെയാണ്, എവിടെ തൊട്ടാലും കാശാണ് ഇപ്പോൾ. ആൻഡ് ഇവിടെ അമല ഷാജി എന്തോ ഒരു ഡാൻസ് കളിക്കാനെങ്ങാണ്ട് ഇവർ അപ്രോച്ച് ചെയ്ത സമയത്ത് സിനിമയ്ക്ക് ചെറിയൊരു ഷോർട്ട് സ്ക്രീൻ സ്പേസിന് ഒരു ഡാൻസിന് 2 ലക്ഷം ചോദിച്ചു. അതിൻ്റെ ആവശ്യം എന്താണ്? മാനേജറോട് സംസാരിക്കാൻ പറയൂ, PR-ഓട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് ടിക്കറ്റ് തരുമെന്ന് ചോദിച്ചു. ഇത് ബേസിക്കലി വേറെ ഒന്നുമല്ല, അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമാക്കാർക്ക് ഒരു കടി. അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒരുപോലെ തന്നെ എന്നുള്ളപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓൾമോസ്റ്റ് ഇടുന്ന എല്ലാ വീഡിയോസിനും മില്യൺ വ്യൂവർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ പറഞ്ഞ സിനിമയിലെ ഒരു എന്താ പറയുക, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുന്നതിനേക്കാൾ വിസിബിലിറ്റി, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ്, കാര്യങ്ങൾ, പ്രൊമോഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴും ചില സിനിമാക്കാർക്ക് എന്താ പറയുക, സോഷ്യൽ മീഡിയ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ വിചാരം സിനിമ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിള്ളേർ അയ്യോ സിനിമ എന്ന് പറഞ്ഞ് ഓടി വരുന്ന അവരുടെ വിചാരം. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കാശ് അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പ്രൊമോഷൻ വീഡിയോസ് വഴി വരും. അമല ഷാജിക്കൊക്കെ എന്താണെങ്കിലും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് എങ്ങനെ കളിച്ചാലും ഒരു 1 lakh എബോവ് ഒക്കെ ആയിരിക്കും ചാർജസ്. കാരണം ഇങ്ങനെ 2 ലക്ഷം എന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ളൊരു ടൈമിൽ അതും അമല ഷാജിയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്.
സോ ഇയാളിത് എന്തോ സിനിമ പ്രൊമോഷന് വിളിച്ച് പറയുന്നത് കേട്ട് എന്തോ പുച്ഛം പോലെ തോന്നുന്നു. അതായത് എന്തോ അപ്പോൾ ഇത് ഇവിടെടാ ലോകം, എന്ത് തൊട്ടാലും പൈസ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ തൊട്ടാലും കാശാണ്. സിനിമ എടുക്കുന്നത് കാശിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. സോ അത് പൊതുവേ സിനിമാക്കാർക്കുള്ളൊരു പ്രശ്നമാണ് തോന്നുന്നു. സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ സിനിമ എന്ന് കാണിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ പോകണം. എന്താ അതിൻ്റെ ആവശ്യം എന്താ? ഓൾറെഡി ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ സിനിമയിൽ, ഞാൻ പറഞ്ഞൊരു നോർമൽ, ഇനിയിപ്പോൾ ഒരു മെയിൻ സ്ട്രീം നടനോ നടിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് കുറച്ചും കൂടി യങ് യൂത്തിനൊക്കെ കുറച്ചും കൂടി അറിയുന്നത് ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് അവരുടെ ഫേസ് തന്നെ ആയിരിക്കും. അപ്പം പിന്നെ അവരുടെ ഇപ്പോൾ ഇവർ സിനിമ അഭിനയിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു, ഇവർ സോഷ്യൽ മീഡിയ വഴി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. സോ അവരാണല്ലോ അവർക്ക് പ്രൈസ് ടാഗ് ഇടുക, അല്ലേ? അവരാണ് അവർക്ക് പ്രൈസ് ടാഗ്. ഇപ്പം ഞാനാണ് എനിക്ക് പ്രൈസ് ടാഗ് ഇടേണ്ടത്. ഞാനൊരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഞാൻ എത്ര രൂപ വാങ്ങും, ഞാൻ ഇങ്ങനെ ഒരു ഇതിന് പോവാണ്, അപ്പോൾ എനിക്ക് എത്ര രൂപ പറയാം. ഇത് ചുമ്മാ സിനിമാക്കാരൻ മറ്റേ സംഗതി. സിനിമ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ഓടി വരണം, അഭിനയിച്ചിട്ട് പോകണം. കാരണം സിനിമ എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമാണ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലടി. സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാർ ഇപ്പം അങ്ങനെ മൂക്കും കുത്തി വീഴൊന്നുമില്ല. ഒരു 2 സിനിമ 3 സിനിമ അഭിനയിച്ചു വിചാരിച്ചൊരു നടനെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ നീച്ചെന്ന് ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക് ചെയ്യണം. ഭയങ്കര അപാരമായ 1-2 സിനിമയുടെ ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫൈൻ. അല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ടൈമിന്, അവരുടെ എഫേർട്ടിന് പൈസ പറയും. പിന്നെ ഇപ്പം ഈ ഇയാളൊക്കെ എന്ത് സിനിമാക്കാരനെ എനിക്കൊരു കൊടുത്തില്ല. കാരണം 2 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങേരെ തല കറങ്ങിയെന്നാണ് അങ്ങേര് പറഞ്ഞ്. 50,000 രൂപ ചോദിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ ഐറ്റം ഡാൻസിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഓരോ സിനിമയിൽ ഐറ്റം ഡാൻസ് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കാറ്. അപ്പോഴാണ് ഇങ്ങനെ തല കറങ്ങി ഇതേ പൈസ വേറെ ആൾക്ക് കൊടുത്താൽ പണിയെടുക്കുന്നവരുണ്ടാവും. ചിലർ അവരുടെ പ്രൈസ് ടാഗ് അങ്ങനെയാവും വെച്ചാൽ 2 ലക്ഷത്തിന് ഒരു കൊല്ലം പണിയെടുക്കും. ഏത് എന്നിട്ട് ഇത് കണ്ടിട്ട് ഇപ്പോൾ അമല ഷാജിക്ക് ട്രോളിറക്കി കുറേ ടീമുകളുണ്ട്. അതങ്ങനെ അങ്ങനെയാണ്. അമല ഷാജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ട്രോൾ മഴയായിരിക്കുമല്ലോ. അത്ര ഇത് കൂട്ടിയാൽ മതി എന്നാണ് തോന്നുന്നത്. ഇതാണെങ്കിലും ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആ ഒരു റീൽസ് പോർഷൻ മാത്രമേ ഞാൻ കണ്ടേ. അതിനകത്ത് കുറേ പേര് മറ്റേ കമൻറ്റ് സെക്ഷനിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അമലക്കേക്ക് ഊക്ക് കിട്ടി അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും കിട്ടി തുടങ്ങിയെന്നൊക്കെ. ഇതെന്തോന്നിത്? അവരവരുടെ പൈസ പറഞ്ഞതിന് ഇങ്ങേർക്ക് അത് പറ്റിയില്ല, ഇങ്ങേർക്ക് തല ചുറ്റി. കാരണം ഇങ്ങേർക്ക് പൊതുവേ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചും സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ അറിയില്ലായിരിക്കും. സിനിമ മാത്രമായിരിക്കും ജീവിതം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ളവരുണ്ടല്ലോ. അപ്പോൾ അവിടെ എഫേർട്ട് എന്ന് പറഞ്ഞ് പോകുമായിരിക്കും. എല്ലാവരെയും വിളിച്ച് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഉള്ള കാലത്തൊന്നും നമുക്കൊരു എഫേർട്ടിലൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ ആരും വരില്ല. കാശുണ്ടെങ്കിൽ വന്നിട്ട് അഭിനയിക്കാന്നേ പറയൂ. അങ്ങനെ എഫേർട്ടൊക്കെ നോക്കിപ്പോയി അഭിനയിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരിക്കും സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് മുന്നോട്ട് ഇറങ്ങി സിനിമ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത്. അല്ലാത്തവർക്കൊക്കെ അവരുടെ ബാങ്കിൽ പൈസ വരണമെന്നും അവരുടെ കാശ് തീർക്കണം തന്നെയാണ്.